പെട്ടെന്ന് തീരുമാനിച്ചൊരു ട്രിപ്പാണ് വയനാടൊന്ന് കറങ്ങിയാലോ എന്ന്. അങ്ങനെ വണ്ടി എടുത്ത് പെട്രോൾ അടിച്ച് നേരെ വയനാട് ചുരം കയറി. നമ്മൾ ഫസ്റ്റ് പോയത് പനമരത്തുള്ള വിഷ്ണുകുടി ജെയിൻ ടെമ്പിളിലാണ്. പനമരത്ത് നിന്ന് 3.5 കിലോമീറ്ററേ ഉള്ളൂ. ഈ ജെയിൻ ടെമ്പിളിന് ഒരു പ്രത്യേകതയുണ്ട്. മറ്റ് ജെയിൻ ടെമ്പിളിലൊക്കെ ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല, എന്നാൽ ഇവിടെ ഉള്ളിലൊക്കെ കയറാനും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. മാത്രമല്ല ഒരുപാട് പഴക്കം ചെന്നിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഇവിടുത്തെ കല്ലിലൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. കാപ്പിത്തോട്ടത്തിൻ്റെ നടുവിലായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് നേരെ പോയത് ഈ കുറച്ച് കാലം കൊണ്ട് ഹിറ്റായിട്ടുള്ള ചേകാടിയിലേക്കാണ്. ഇവിടേക്ക് പോകുന്ന റൂട്ട് വളരെ മനോഹരമാണ്. ബൈക്ക് കൊണ്ട് റൈഡൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള കിടില റൂട്ടാണ്. രണ്ട് സൈഡും കാടായതുകൊണ്ട് തന്നെ മൃഗങ്ങളെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും. ചേകാടിയിൽ ഹോഴ്സ് റൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടിലേക്കാണ് പോയത്. ഇവിടെ എൻട്രി ഫീസ് വരുന്നത് 30 രൂപയാണ്. ഹോഴ്സ് റൈഡ് ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ ഫുഡൊക്കെ കൊടുക്കുന്നതൊക്കെ കാണാനും പറ്റും. അങ്ങനെ അതും കണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ ഫേമസ് ആയിട്ടുള്ള കാപ്പിക്കടയിലേക്കാണ് പോയത്. വയലിൻ്റെ നടുവിലായിട്ടുള്ള ഒരു ചെറിയൊരു ലൊക്കേഷനാണ് ഇത് ഈ സ്പോട്ടുള്ളത്. ഇവിടെ വെറുതെ വന്നിരിക്കാൻ പോലും അത്രയ്ക്ക് അടിപൊളിയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ ഇലയടയും ചിക്കൻ സമൂസയാണ് കഴിച്ചത്. ഈ ലൊക്കേഷനിൽ വന്ന് കഴിക്കുമ്പോൾ അടിപൊളിയാണ്. ഇവിടുത്തെ ഫുഡിനൊക്കെ കുറച്ച് റേറ്റ് അധികമായിട്ട് തോന്നി. അങ്ങനെ അതും കഴിച്ച് നേരെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ മാനന്തവാടി എത്തിയപ്പോഴാണ് ഫാഷൻ വില്ലേജിൻ്റെ അടുത്തുള്ള സർവത്ത് കട കണ്ടത്. ഇവിടുത്തെ ചേച്ചിയുടെ മിൽക്ക് സർവത്തും കൂടിയും കുടിച്ചു. 20 രൂപയ്ക്ക് നല്ല വെറുത്താണ്. അപ്പോഴാണ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സോഡകൾ കണ്ടത്. അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ആക്കി. 10 രൂപയാണ് ഇതിനൊക്കെ ചാർജ് വരുന്നത്. പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ വയനാട്ടിലേക്ക് പോകുകയാണെങ്കിൽ ഈ സ്പോട്ടിലൊക്കെ ഒന്ന് പോയി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.